ശരീരത്തിന് ബലവും ആരോഗ്യ പ്രതിരോധ ശേഷിയും കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവർ ഉപയോഗിച്ച് വന്നൊരു വിഭവമാണ് കേട്ടോ പത്തിലത്തോരൻ. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഭക്ഷ്യയോഗ്യമായ ഇലകളും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പത്തില തികച്ച് വേണമെന്നില്ല, പത്തിലയിൽ കൂടിയാലും കുഴപ്പമില്ല. ഞങ്ങൾ എല്ലാ കർക്കിടക മാസങ്ങളിലും ഒന്നോ അതിലധികമോ തവണ പത്തിലത്തോരൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പത്തിലത്തോരന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എടുക്കുന്ന ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുമ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ ആദ്യം എടുക്കുന്നത്. എല്ലാ ഇലകളും അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരു പിടി കുറച്ച് കുറച്ച് എടുത്താൽ മതി. അടുത്തതായിട്ട് പയറിൻ്റെ ഇലയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് സാധാരണ പയറിൻ്റെ ഇലയല്ല, ഇത് വൻപയർ പോലെയുള്ള കുറ്റിപ്പയറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വൻപയറിൻ്റെ ഇലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് ഇലകൾ എടുക്കുമ്പോൾ നമ്മൾ മൂപ്പ് കുറഞ്ഞ ഇലകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ചായമനസയുടെ ഇലയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതും നമുക്ക് ഇളം ഇല മതി കേട്ടോ. മൂത്ത ഇലകളെ അപേക്ഷിച്ച് മൂക്കാത്ത ഇലകളാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞാൻ നാലാമത്തെ ഇലയായിട്ട് എടുക്കുന്നത് പടവലങ്ങയുടെയാണ് കേട്ടോ. സാധാരണയായിട്ട് പടവലങ്ങയുടെ ഇല മാത്രമായിട്ട് ഉപ്പേരി വയ്ക്കുന്നത് കാണാറില്ല കേട്ടോ. മറ്റെന്തെങ്കിലും ഇലകളുടെ കൂട്ടത്തിലിട്ട് ഉപ്പേരി വയ്ക്കുകയാണ് പതിവ്. ചിലയിടങ്ങളിൽ തോരനാണെങ്കിൽ ചിലയിടങ്ങളിൽ ഉപ്പേരിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പേരിയാണ്. അഞ്ചാമതായിട്ട് ഞാൻ എടുക്കുന്നത് മത്തൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ഉപ്പേരി ചെമ്പ്. ഇതിൻ്റെ ഇലയോടൊപ്പം തണ്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏഴാമതായിട്ട് എടുക്കുന്നത് കൊടിത്തൂവയാണ്. ഇതിന് ചൊറിയണമെന്നും പറയാറുണ്ട്. ഇതിൻ്റെ തണ്ട് പിടിച്ച് സൂക്ഷിച്ച് വേണം കേട്ടോ എടുക്കാൻ. എട്ടാമതായിട്ട് ഞാൻ മുളകിൻ്റെ ഇലയും, ഒമ്പതാമതായിട്ട് വഴുതനങ്ങയുടെ കുറച്ച് ഇലയുമാണ്. പത്താമതായിട്ട് പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. ഇത് ചെറിയ പൊന്നാങ്കണ്ണിയല്ല, വലിയ പൊന്നാങ്കണ്ണിയാണ്. ഇനി ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. എത്ര കുനുകുന അരിയുന്നോ അത്രയും ടേസ്റ്റ് കൂടുവേ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിടുകയാണ് കേട്ടോ. അരിയിട്ട് വറുത്താലും നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ അരി ഇടുന്നില്ല. അങ്ങനെ ഇതാ നല്ല രീതിയിൽ ഇതൊന്ന് വാട്ടിയെടുത്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഇലകൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചട്ടിയിൽ കൊള്ളാത്തത് കൊണ്ടാണേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഞാനിതാ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചട്ടിയിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണേ. അപ്പം നല്ല രീതിക്കൊന്ന് ആവി കയറുമ്പോഴേക്കും ഇത് താഴ്ന്നു വരും കേട്ടോ. എല്ലാ ഇലക്കറികളും അങ്ങനെയാണേ, വയ്ക്കുന്നതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ നല്ല രീതിയിലൊന്ന് താഴ്ന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. പകുതി വേവായപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം അധികം വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി വേണം കേട്ടോ. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ആദ്യം കുറച്ച് ഉള്ളിയും കൂടി വഴറ്റുന്നത് നന്നായിരിക്കും കേട്ടോ. പക്ഷെ ഞാനിവിടെ അത് ഇട്ടിട്ടില്ല. നല്ല രീതിയിൽ മിക്സാക്കിയ ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. എല്ലാ ഇലകളും ഉള്ളതുകൊണ്ട് തന്നെ ചില ഇലകൾക്ക് ഇതിൽ കുറച്ച് വേവ് അധികമാണ്. ചായമനസയ്ക്കെല്ലാം കുറച്ച് വേവ് അധികമാണ്. പക്ഷെ അത് തുറന്നു വെച്ച് വേവിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാനിത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം തുറന്നു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചേമ്പിൻ്റെ ഇലയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വ്യത്യസ്തങ്ങളായ പത്തല കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇലകൾ കിട്ടുമേ. തകര, തഴുതാമ, ഭക്ഷ്യയോഗ്യമായ ഏതിലയും നമുക്കിതിനു വേണ്ടി ഉൾപ്പെടുത്താം കേട്ടോ. മഴക്കാലങ്ങളിൽ ശരീരം ഇളതായിരിക്കുമ്പോൾ ചൂടുള്ളതും പോഷക ഗുണങ്ങൾ അടങ്ങിയതും വേഗം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വരുന്നത്. അങ്ങനെ പത്തിലത്തോരൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഇലയുടെ രുചിയോ പ്രത്യേകം ഒരു ഇലയുടെ മണമോ ഒന്നുമില്ല. കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായതുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.